മുസ്ലിയാർ മിണ്ടിയിട്ടില്ല. മാത്രമല്ല മഹാനായ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അതാ സന്നിഗ്ധ ഘട്ടത്തിൽ തന്റെ എത്തിയിട്ടുള്ള അപകടത്തിന്റെ വിവരം അല്ലാഹുവേ നിന്റെ നബിക്ക് നീ വിവരം കൊടുക്കണേ എന്ന് പറയുകയാണ് ചെയ്തത്. അതല്ലാതെ യാ റസൂലല്ലാഹ് യാ നബിയല്ലാഹ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിളിച്ച് തേടിയിട്ടില്ല. അങ്ങനെ വിളിച്ചിട്ടില്ല. കാരണം അവരുടെയൊക്കെ വിശ്വാസം എന്തായിരുന്നു എന്നതിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ്. അതും ഇവിടെ വിശദീകരിച്ചതാണ്. പക്ഷേ മുസ്ലിയാർ മറുപടി പറഞ്ഞിട്ടില്ല. എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അറിവ് സ്വപ്നത്തിലെ എന്താണ്? പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയാമെങ്കിൽ പിന്നെ മകനെ അറുക്കാൻ കൊണ്ടുപോകുന്നതിൽ എന്തൊരു ത്യാഗമാണുള്ളത് എന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അതിനെപ്പറ്റി മൂപ്പരിക്കൊരു തൊള്ള മറുപടിയുണ്ട്, അത് കേട്ടോളൂ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകൻ അറക്കാൻ സ്വപ്നം കണ്ടില്ലേ? അപ്പൊ നേരത്തെ തന്നെ ഇബ്രാഹിം നബിക്ക് അറക്കണ്ടി വരൂല എന്ന് തിരിഞ്ഞെങ്കിൽ പിന്നെ ത്യാഗം ഉണ്ടാവോ? ഞങ്ങളാരോ പറഞ്ഞിനോ? അല്ലാഹു തആല അറിയിച്ചു കൊടുക്കാതെ ഒരു കാര്യം അറിയുമെന്ന് പറഞ്ഞിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ത്യാഗത്തിന്റെ പ്രതിഫലം കിട്ടേണ്ടത് ആവശ്യമായതിന് കൊണ്ട് അവിടെ അറിയിച്ചു കൊടുത്തിട്ടില്ല, അറിഞ്ഞിട്ടില്ല. കാരണം അത് അറിയാതിരിക്കലാണ് അവിടെ ഖൈറ്, അറിയാതിരിക്കലാണ് ബഹുമാനം. ചിലത് അറിയൽ ബഹുമാനമാണ്, ചില അറിയാതിരിക്കൽ ബഹുമാനമാണ്. ഓ മൗലവി, അങ്ങനെ അല്ലാഹു തആല മഹാന്മാരെ ബഹുമാനിച്ചു കൊടുക്കുന്നതാണിത്. അറിയാതിരിക്കൽ അവർക്ക് ബഹുമാനമാകുന്ന സ്ഥലത്ത് അറിയാതിരിക്കും, അറിയൽ ബഹുമാനമാകുന്ന സ്ഥലത്ത് അറിയിക്കും. അതാണ് ചില സംഗതി അറിയാത്തത്. അതുകൊണ്ട് അറിയില്ല എന്ന് നിങ്ങൾ ധരിക്കരുത്. കണ്ടോ, അത് മൂപ്പരെ വിശദീകരണ. എന്താ തെളിവ്? മുസ്ലിയാരെ തൊള്ള, അല്ലാതെ ഇപ്പൊ വേറെ എവിടെ ഇല്ലല്ലോ. മാത്രല്ലാതെ ചിലത് അറിയിച്ചു കൊടുക്കാതിരിക്കലാ ഖൈറ്, ചിലത് അറിയലാ ഖൈറ്. എന്തിനാ ആ കഥയിലൊക്കെ പറഞ്ഞിട്ട് അത് പറയുന്നത്? ഇപ്പൊ എനിക്ക് ഇങ്ങനെയൊക്കെ ഉരുളലാ ഖൈറ് എന്ന് മനസ്സിലാക്കിയാൽ മതി, വേറൊരു ഖൈറും ഇല്ല. ഇതൊക്കെയാ മൂപ്പരുടെ വ്യാഖ്യാനം. എവിടെ പറഞ്ഞു അത്? എവിടെ പറഞ്ഞു അത്? എല്ലാം അറിയായിരുന്നു, ഇപ്പൊ അത് മാത്രമാണ് അറിയാതിരിക്കൽ ഖൈറായത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചു പോയത് എന്ന് എവിടെയാ പറഞ്ഞത്? സ്വന്തം തൊള്ള തന്നെ. നിങ്ങൾ നോക്കൂ, ഈ നിലക്കാണ് കാര്യങ്ങൾ വിശദീകരിച്ചു പോകുന്നത്. മാത്രമല്ല എത്രയോ സംഭവങ്ങളില്ലേ പ്രിയപ്പെട്ടവരെ, എത്രയോ സംഭവങ്ങളില്ലേ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ അവിടെ ഹിജ്റക്ക് പോകുന്ന വേളയിൽ ആ ഗുഹയിൽ പോയി, സൗർ ഗുഹയിൽ പോയി ഒളിച്ചിരുന്ന നേരത്ത് ആ സംഭവത്തെ പറ്റി ഇന്ന് സമൂഹത്തിലൊക്കെ ഒരു പാട്ടുപാടി നടക്കാറില്ലേ? എത്രയോ കഥകൾ ആളുകൾക്കിടയിൽ നിലവിലില്ലേ? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവും ഗുഹയിലേക്ക് കയറിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്നു. മുത്ത് റസൂലുള്ളാഹ് സുഖമായുറങ്ങുന്നു. മുഖം കണ്ട് സിദ്ദീഖ് സന്തുഷ്ടനാകുന്നു. മൂർഖൻ പാമ്പൊന്നുടൻ കാലിൽ കടിക്കുന്നു. മേനിയിൽ നൊമ്പരം കൊണ്ട് പേടയുന്നു. നബിയെ ഉണർത്തിയില്ല, സിദ്ദീഖിന്റെ വേദന മാറുന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ മൂർഖൻ പാമ്പ് കൊത്തിയെന്നാ പറയുന്നത്. സംഭവം എന്തോ ആകട്ടെ പ്രിയപ്പെട്ടവരെ, എന്ന് സമൂഹത്തിൽ നാട്ടിൽ പ്രചരിച്ചിട്ടുള്ള കാര്യമല്ലേ. ഇനി അതിനെപ്പറ്റി നിങ്ങൾ കേട്ടോളൂ. പൊട്ടിയൊഴുകിയ കണ്ണീരിൻ തുള്ളികൾ പെട്ടെന്ന് മുത്തി റസൂലിൻ്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നൊന്ന് നോക്കിയേ. എന്താ സിദ്ദീഖോരെ നിങ്ങൾ കരയുന്നു? എന്ത് പിണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന്. എൻ്റെ മനതാരിൽ വേദന തിങ്ങുന്നു. എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമിനീർ പുരട്ടി നബി. സിദ്ദീഖിന്റെ ഉഗ്രവിഷമിറങ്ങി. സമൂഹത്തിൽ നടപ്പിൽ ആളുകളെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടല്ലേ. എന്താണ് അതിൽ പറയുന്നത്? മൂർഖൻ പാമ്പ് കാലിൽ കടിച്ച നേരത്ത് അതാ സിദ്ദീഖ് റളിയല്ലാഹു തആല
തആല മേനിയിൽ നൊമ്പരം കൊണ്ട് പടയുകയാണ്. റസൂലുള്ളാഹിനെ അറിയിച്ചിട്ടില്ല, പക്ഷേ വേദന മാറുന്നില്ലല്ലോ. വേദന കടിച്ചമർത്തിക്കൊണ്ടതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിന്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടി ഉണർന്നൊന്ന് നോക്കിയേ. അപ്പോഴാ ഹബീബ് അറിയുന്നത് എന്ത്? കണ്ണുനീരിറ്റി വീണപ്പോഴാണ് നബി തങ്ങൾ അറിഞ്ഞിട്ട്. അപ്പോഴാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരയുന്നത് കാണുന്നത്. അപ്പൊ മനസ്സറിഞ്ഞോ എന്തിനാ എന്റെ സിദ്ദീഖ് കരയുന്നത്? ഇല്ല, അറിഞ്ഞില്ല. ചോദിക്കണം, ആ മടിയിൽ തലവെച്ച് കിടക്കുമ്പോഴും അറിയുന്നില്ല എന്താ സിദ്ദീഖിന്റെ കൽപ്പന, എന്താ സിദ്ദീഖിന്റെ മനസ്സിലെ വേദന എന്ന്. അതുകൊണ്ടല്ലേ ചോദിക്കുന്നത്, എന്താ സിദ്ദീഖോരെ നിങ്ങൾ കരയുന്നു, എന്ത് പിണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന്, എന്റെ മനതാരിൽ വേദന തിങ്ങുന്നു. എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമർ പുരട്ടി നബി സിദ്ദീഖിന്റെ ഉഗ്രവിഷമിറങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോഴാണ് എന്തിനാ സിദ്ദീഖ് കരയുന്നത്. അപ്പോഴാണ് എല്ലാം തുറന്നു പറയുമ്പോഴാണ് അതാ അവിടുത്തെ ഉപതീര് പുരട്ടിയപ്പോ ആ വിഷമിറങ്ങിപ്പോയി. ഈ സംഭവം ഇന്നാളുകൾ പാടി നടക്കുന്ന ഒരു പാട്ടല്ലേ, എത്ര മാപ്പിള പാട്ടുകൾ ആളുകൾ പാടുന്നുണ്ട്. പക്ഷേ ഇതിലും അടങ്ങിയ കാര്യം ചിന്തിച്ചുവോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും ആ സംഭവം അറിഞ്ഞില്ല എന്നല്ലേ അതിലും പറയുന്നത്. ആ സംഭവത്തിന്റെ നിജസ്ഥിതിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒന്നുണ്ടായിട്ടുണ്ടെങ്കിൽ, അത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിലും ഈ പാഠമില്ലേ എന്നീ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി പ്രിയപ്പെട്ടവരെ, പേരോട് മുസ്ലിയാർ ഞാൻ ഈ ഗൈബിന്റെ വിഷയം പറഞ്ഞപ്പോ ഞാൻ ഇതുപോലെ അന്ന് മറ്റൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിലേക്ക് അതാ വാദിയും പ്രതിയും ഒക്കെ ആയിട്ട് കേസുകാർ വരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യുന്നു? അവരുടെ വാക്കുകൾ കേട്ടിട്ട് നബി തങ്ങൾക്ക് അതിനല്ലേ കഴിയുകയുള്ളൂ എന്ന അർത്ഥത്തിൽ ഞാനൊന്നൊരു ഹദീസ് വിശദീകരിച്ചിരുന്നു. അതിന് പേരോടൊരു വെല്ലുവിളി നടത്തുകയാണ്. ഇവിടെ വെച്ചും പറഞ്ഞു, വാണിമേൽ വെച്ചും പറഞ്ഞിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞതോ? അള്ളാന്റെ റസൂലിന്റെ പേരിൽ സലഫി ശുദ്ധ കളവ് പറഞ്ഞതാണ്. ആ ഹദീസിന്റെ വ്യാഖ്യാനം അങ്ങനെയൊന്നുമല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് പേരോട് ആ ഹദീസ് ഒന്ന് വിശദീകരിക്കുന്നുണ്ട്. ഏതാണ് സംഭവം? നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് സംഭവം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുമ്പിൽ കേസുമായിട്ട് ആളുകൾ വരുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സത്യമായിട്ട് വരുന്ന ആളുകളും ഉണ്ടാകും, മനസ്സിൽ കള്ളം ഒളിപ്പിച്ചു വരുന്നവരുമുണ്ടാകും. എന്നിട്ട് നബി തങ്ങളോട് വന്നിട്ട് കേസ് വാദിക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞുവല്ലോ, ഞാനും ഒരു മനുഷ്യൻ മാത്രമാണ്, നിങ്ങൾ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ വിധിക്കുക. നിങ്ങൾ ആരുടെ വാക്ചാലമായ സംസാരങ്ങൾ കേൾക്കുമ്പോ അയാൾ പറയുന്നതാണ് സത്യമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ശരിക്ക് ചിന്തിക്കണം. അയാൾ പറയുന്നതാണ് സത്യമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അനുകൂലമായി വിധിച്ചേക്കും. അങ്ങനെ ആർക്കെങ്കിലും എൻ്റെ വിധി അനുകൂലമായി കൊണ്ട് കിട്ടിപ്പോയാൽ, ന്യായമില്ലാതെയാണ് അവന് വിധി കിട്ടിയിട്ടുള്ളതെങ്കിൽ അവൻ സൂക്ഷിച്ചോളൂ, നരകത്തിയുടെ കഷ്ടമാണ് അവൻ കൊണ്ടുപോകുന്നതെന്ന്. ഇക്കാര്യം നമ്മൾ ഇവിടെ പലവരും പറഞ്ഞതാണ്. എന്നാൽ മുസ്ലിയാർക്കത് തള്ളാൻ കഴിയുന്നില്ല. അപ്പൊ മൂപ്പര് പറയാണ്, അതാ ഒരു വാചകത്തെ പിടിച്ചുകൊണ്ട് ചോദിക്കുന്നു, ശുദ്ധ കളവല്ലേ സലഫി പറഞ്ഞത്? എന്നാ പിന്നെ ഹദീസിന്റെ ഉദ്ദേശം എന്താണ്? ബഹുരസണ്ട് അല്ല, വലിയ വേദനയുണ്ട് മുസ്ലിമേ. ഹബീബിന്റെ പേരിൽ വെച്ച് കെട്ടുന്ന ആ ഒരു ദുർവ്യാഖ്യാനം കേട്ട് നിൽക്കുമ്പോ ശ്രദ്ധിച്ച് കേൾക്കണമെന്ന് പറയുന്നു. ഇയാളുടെ ദുർവ്യാഖ്യാനത്തിന്റെ ഒരു വലുപ്പം അറിയാൻ അതൊന്ന് കേട്ടോളൂ, പിന്നീട് ഞാൻ വിശദീകരിക്കാം. കോടതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറാമത്തും മുഅ്ജിസത്തും മുഖേന വിധി പറഞ്ഞാൽ ആ വിധി പറയാൻ പിൽക്കാലത്തുള്ള ജഡ്ജിമാർക്ക് കഴിയില്ല. അതുകൊണ്ട് കോടതിയിൽ ജനങ്ങൾക്ക് മാതൃകയാകാൻ വേണ്ടി
ജഡ്ജിമാർക്ക് മാതൃകയാകാൻ വേണ്ടി അവിടെ മുഅ്ജിസത്ത് പ്രകടിപ്പിക്കുന്ന രംഗമല്ല, കറാമത്ത് പ്രകടിപ്പിക്കുന്ന രംഗമല്ല, അവിടെ അതാ സാക്ഷി വിസ്താരം നടത്തി വിധി പറയുന്ന രംഗമാണ്. അതുകൊണ്ടാ പറഞ്ഞത്, അതുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞത്. അതുകൊണ്ടാണ് ഹദീസിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല. സലഫി പറഞ്ഞ വാചകം ഹദീസിലില്ല. സലഫി പറഞ്ഞത് എനിക്ക് അത്രയല്ലേ കഴിയൂന്ന് നബി പറഞ്ഞുവെന്നാണ്. അത് പച്ചക്കള്ളം റസൂലുള്ളാഹിന്റെ പേരിൽ